ഹായ് ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഇനി എന്താണ് പുതിയതായി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നു. അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒബ്ജക്റ്റ് സ്റ്റഡി. കാരണം ഒരു വസ്തുവിൻ്റെ കളർ, അതിലെ ഷേപ്പ്, അതിൻ്റെ ഷാഡോ, അതുപോലെ തന്നെ അതിലെ ഹൈലൈറ്റ്സ്, ഇതൊക്കെല്ലാം ഇവരെങ്ങനെ ക്യാച്ച് ചെയ്ത് ഇവർ വരച്ചെടുക്കുന്നു അറിയാനായിട്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതവർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ഇവർക്ക് ഈ ഒബ്ജക്റ്റ് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ചേച്ചി അയ്യോ തക്കാളിയോ അയ്യോ സവാളയോ ചേച്ചി ഇതെങ്ങനെയാണ് വരയ്ക്കുക, ഇതിൻ്റെ കളർ എങ്ങനെയാണ് ചെയ്യുക എന്നിങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരതിലോട്ട് ഇന്നായ ശേഷം വളരെ എൻജോയ് ചെയ്ത് അവർ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നതാണ് പിന്നെ ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇവരെ കൊണ്ട് ഇത് പറ്റും എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ എല്ലാ ദിവസവും ഈ സെയിം തന്നെ വർക്ക് ചെയ്യണം എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അക്രലിക് പെയിൻറ്റിങ് ചെയ്യുന്നവരുണ്ട്, പെൻസിൽ ഡ്രോയിങ്സ് ചെയ്യുന്നവരുണ്ട്, റിയലിസ്റ്റിക് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഫോട്ടോ സ്റ്റഡി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അതിലത്തെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യിക്കുക. ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അല്ലാണ്ട് ഇഷ്ടമില്ലാത്തത് കഷ്ടപ്പെട്ട് ചെയ്യിക്കുന്നതിന് അർത്ഥമില്ലല്ലോ അല്ലേ. അപ്പോൾ താങ്ക് യു.